പറശ്ശിനിക്കടവ് ശ്രീമുത്തപ്പൻ മടപ്പുര പുത്തരി തിരുവപ്പന മഹോത്സവം ഡിസംബർ 2, 3 തീയതികളിലായി നടക്കും. ഡിസംബർ 2-ന് മാടമനയിലത്ത് നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പകൽ 9:30-ക്കും 10:10-നുമിടയിൽ കൊടിയേറ്റം നടക്കും. ജാതിമതലിംഗ ഭേദമന്യേ എല്ലാവർക്കും തേടിയെത്താവുന്ന തിരുസന്നിധിയാണ് വടക്കൻ മലബാറിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര. ഡിസംബർ 2-നാണ് ഉത്സവത്തിന് കൊടിയേറുന്നത്. ഇവിടെ എല്ലാ ദിവസവും 2 നേരവും അന്നദാനമുണ്ട്. ചായയും പുഴുങ്ങിയ പയറും ഉച്ചയ്ക്കും രാത്രിയിലും ചോറൂണും ഇവിടെ നൽകുന്നു. പൈങ്കുറ്റി, വെള്ളാട്ടം, തിരുവപ്പന എന്നിവയാണ് മുത്തപ്പൻ സന്നിധിയിലെ പ്രധാന വഴിപാടുകൾ. എല്ലാ ദിവസവും പുലർച്ചയ്ക്ക് തിരുവപ്പനയും വെള്ളാട്ടവും വൈകുന്നേരം ഊട്ടും വെള്ളാട്ടവും നടത്തുന്നു. പറശ്ശിനിക്കടവ് മടപ്പുരയുടെ ചുമതലയും അനുഷ്ഠാനങ്ങളുമൊക്കെ ചെയ്യാൻ അധികാരപ്പെട്ട പൂജാരിയാണ് മടയൻ. മടപ്പുര കുടുംബാംഗങ്ങളിൽ നിന്നും മരുമക്കത്തായ പ്രകാരം വയസ്സുമൂപ്പുള്ള ആളാണ് മടയനായി അവരോധിക്കപ്പെടുന്നത്. കൊടിയേറ്റ് നടക്കുന്ന ദിവസം 2 മണി മുതൽ മലയിറക്കൽ കർമ്മവും 3 മണിക്ക് തയ്യൽ തറവാട്ടുകാരുടെ ആയോധന കലാഭ്യാസത്തോടുകൂടിയുള്ള കാഴ്ചവരവും ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി കോഴിക്കോട്, തലശ്ശേരി എന്നിവിടങ്ങളിലെ 16ഓളം ദേശക്കാരുടെ വർണ്ണപ്പകിട്ടാർന്ന കാഴ്ചവരവുകൾ മുത്തപ്പ സന്നിധിയിൽ എത്തിച്ചേരും. സന്ധ്യയ്ക്ക് മുത്തപ്പന്റെ വെള്ളാട്ടവും തുടർന്ന് അന്തിവേലിയോടുകൂടി പറശ്ശിനി മടപ്പുര കുടുംബാംഗങ്ങളും കാഴ്ചക്കാരും കുന്നുമ്മൽ തറവാട്ടിലേക്ക് കലശമെഴുന്നള്ളിക്കുന്നതിനായി പുറപ്പെടും. ശേഷം പഞ്ചവാദ്യ സംഘത്തോട് സഹിതം കലശവും എഴുന്നള്ളിച്ച് മടപ്പുരയിൽ പ്രവേശിക്കും. ഡിസംബർ 3-ന് പുലർച്ചെ 5:30-ന് തിരുവപ്പന ആരംഭിക്കുകയും തുടർന്ന് രാവിലെ 10 മണിയോടുകൂടി തയ്യൽ തറവാട്ടുകാരെയും തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നും വന്ന കാഴ്ചവരവുകാരെയും മുത്തപ്പൻ അനുഗ്രഹിച്ച് യാത്രയാക്കും. 12 മണിക്ക് കലശാട്ടത്തോടുകൂടി മഹോത്സവത്തിന് കൊടിയിറങ്ങും. പറശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ പുത്തരി തിരുവപ്പന മഹോത്സവം 2024 ഡിസംബർ 2-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9:30-ക്കും 10:10-നും അടുത്ത് നാരായണൻ നമ്പൂതിരി കൊടിയേറ്റുന്നതായിരിക്കും. തുടർന്ന് 3 മണിക്ക് മലയിറക്കൽ ചടങ്ങ്, പിന്നെ 3 മണിക്ക് ശേഷം കണ്ണൂർ തയ്യൽ തറവാട്ടുകാരുടെ കാഴ്ചവരവ് ആദ്യം ഉണ്ടാവും. പിന്നെ 16 തലശ്ശേരി, കോഴിക്കോട്, വടകര ഭാഗത്തുള്ള 16 കാഴ്ചവരവുകാർ ക്ഷേത്രത്തിൽ പ്രവേശിക്കും. സന്ധ്യക്ക് 6 മണിയോടുകൂടി വെള്ളാട്ടം തുടങ്ങും. 11-12 മണിക്ക് കലശത്തിൻ്റെതായിട്ട് കുന്നുമ്മൽ തറവാട്ടിലേക്ക് ഇവിടുന്ന് പോകും. 12 മണിക്ക് കരിമരുന്ന് പ്രയോഗമില്ല, ചെറിയ ഇത് മാത്രമായിട്ട്. പിന്നെ കരിമരുന്ന് പ്രയോഗം പാടില്ല എന്ന് പോലീസ് ഇതിൻ്റെ കലക്ടർ ഓർഡർ ഉണ്ട്. അതുകൊണ്ട് കരിമരുന്ന് പ്രയോഗമൊന്നും ഇപ്രാവശ്യം നടത്തുന്നില്ല. ഉത്സവത്തോടനുബന്ധിച്ച് ഡിസംബർ 5, 6 തീയതികളിൽ പറശ്ശിനി മടപ്പുര ശ്രീമുത്തപ്പൻ കഥകളി യോഗം വക കേരളത്തിലെ പ്രഗത്ഭ കലാകാരന്മാരെ ഉൾപ്പെടുത്തി കഥകളി ഉണ്ടായിരിക്കും. പറശ്ശിനിക്കടവ് കച്ചവടക്ഷേമ സംഘം സംഘടിപ്പിക്കുന്ന ഉത്സവാഘോഷം ഡിസംബർ 4-ന് പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡിൽ അരങ്ങേറും. ഡിസംബർ 3-ന് ചൊവ്വാഴ്ച പറശ്ശിനിക്കടവ് നാട്ടുകൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഉത്സവാഘോഷ പരിപാടികൾ പറശ്ശിനിക്കടവ് YBCക്ക് സമീപം വിവിധ കലാപരിപാടികളോടെ നടക്കും. ഡിസംബർ 7-ന് രാത്രി 10 മണിക്ക് മുത്തപ്പ സന്നിധിയിൽ പത്മശ്രീ രാമചന്ദ്ര പുലവറും സംഘവും അവതരിപ്പിക്കുന്ന തോൽപ്പാവക്കൂത്തും അരങ്ങേറും. സീൽ ന്യൂസ്, ധർമ്മശാല.